എനിക്ക് NMMS കിട്ടുമോ? കിട്ടും കിട്ടും കിട്ടും, 3 വട്ടം കിട്ടും. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാടാ? കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ആണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ NMMS ക്രാക്ക് ചെയ്യും, അതിനുള്ളൊരു കിഡിലൻ പോംവഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഒന്നുകൊണ്ടോ ടെൻഷൻ അടിക്കണ്ട, നമ്മൾക്ക് കിട്ടും, നമ്മൾക്കേ കിട്ടൂ, നിസ്സാരം കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, NMMS എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിൽ നമ്മൾ അതിലേക്ക് ആകർഷിക്കാൻ കാരണം എന്താ? അതിൻ്റെ ആ ഒരു എമൗണ്ടാണ്. 48,000 രൂപ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ടാണ് നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്നത്. യാഥാർത്ഥ്യം അതാണ് അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു പൈസ, ആ ഒരു വലിയൊരു എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, NMMS എനിക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ വരാൻ കാരണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയൊരു സ്റ്റിക്കി നോട്ട്, ഇതേപോലെ ഒരു ചെറിയ സ്റ്റിക്കി നോട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ കഷ്ണം എന്ത് ചെയ്യുക, പേപ്പർ കഷ്ണം എടുത്തിട്ട് അതിൽ നിങ്ങൾ 48,000 രൂപ എന്ന് എന്ത് ചെയ്യുക, വെറുതെ ചുമ്മാ എഴുതി വെക്കുക. 48,000 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ വെറുതെ ചുമ്മാ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നും കാണുന്നൊരു സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ കിടന്ന് എണീക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ എന്നും ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ചുമ്മാ പ്ലേസ് ചെയ്ത് വെക്കുക, ചുമ്മാ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതിങ്ങനെ കാണും, 48,000. ഓ, അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു സാധനം ഇങ്ങനെ ഇൻബോൺ ആയിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ത്വര വരും, ഒരു ടെൻഡൻസി വരും, നമുക്ക് പഠിക്കാനുള്ളൊരു ട്രിഗർ വരും. സത്യം പയറ്റി തെളിഞ്ഞ ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഈ 48,000 രൂപ എന്നുള്ളത് എന്ത് ചെയ്യുക, ചുമ്മാ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതേപോലെ നിങ്ങൾ എന്നും കാണുന്ന, എന്നും നോക്കുന്ന, എന്നും വീക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലൈക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നിങ്ങളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഫോണിൻ്റെ വാൾപേപ്പറൊക്കെ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യാം. ഫോണിൻ്റെ വാൾപേപ്പർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടോളൂ. കൺഗ്രാജുലേഷൻസ് ഫാസിൽ അറക്കൽ ഓൺ സെക്യൂറിങ് NMMS സ്കോളർഷിപ്പ്. ഇവിടെ ഫാസിൽ അറക്കല്ല, അത് ഞാൻ ചുമ്മാ കൊടുത്തതാണ്. ഇവിടെ നിങ്ങളെ പേരെന്ത് ചെയ്യുക, വെറുതെ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു കൺഗ്രാജുലേഷൻ എഴുതി വെച്ചിട്ട്, ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ കൺഗ്രാജുലേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷമീം എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ ഷമീം ഓൺ സെക്യൂറിങ് NMMS സ്കോളർഷിപ്പ്. അപ്പോൾ അവൻക്ക് തന്നെ എന്ത് ചെയ്യും, അവൻ്റെ മൈൻഡിൽ അറിയാതെ NMMS ക്രാക്ക് ചെയ്തൊരു ഫീല് കിട്ടും, NMMS അച്ചീവ് ചെയ്തൊരു ഫീല് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾക്കൊരു കുറ്റബോധം ഉണ്ടാവും, നമ്മളത് കണ്ടിട്ടും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ ഇങ്ങനെ കണ്ടിട്ട് ഞാനെന്താ പഠിക്കാൻ തുടങ്ങാത്തത്, ഞാനെന്താ ഇങ്ങനെ, ആ ഒരു സാധനം ഇങ്ങനെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ ആദ്യം എഴുതേണ്ടത് 48,000 രൂപ എവിടെയെങ്കിലും സ്റ്റിക്കി നോട്ടായിട്ട് സെറ്റ് ചെയ്യുക. രണ്ടാമത് ഈ ഒരു സാധനം എന്ത് ചെയ്യുക, കൺഗ്രാജുലേഷൻ നിങ്ങളുടെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുക, വെറുതെ ചുമ്മാ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരും, എനിക്ക് പഠിക്കണം എന്ന്. പിന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും, ഒരു ബൂസ്റ്റ് കിട്ടും, ഒരു എനർജി കിട്ടും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പഠിക്കുക. അതായത് വെറുതെ ഇങ്ങനെ പഠിക്കണം വിചാരിച്ചു എന്ന് കരുതിയിട്ട് പഠിക്കലാവില്ല. നമ്മളിങ്ങനെ കുറേ ചിന്തിച്ചു, കുറേ പുസ്തകത്തിൽ എഴുതി വെച്ചു, കുറേ അവിടെ ഇവിടെയൊക്കെ പേപ്പറായിട്ട് ഒട്ടിച്ചു വെച്ചു, അതുകൊണ്ട് ഒന്നും കാര്യമില്ല. കുറേ പ്ലാൻ ചെയ്തു, ഒരു കാര്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, നമ്മൾക്ക് ഇന്ന് പഠിക്കൽ തുടങ്ങണം, അതുകൊണ്ടൊന്നും പഠിക്കലാവില്ല. പഠിക്കലാവണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതായത് അതാണ് മെയിൻ തിങ് കേട്ടോ. അതായത് എന്നും പഠിക്കുക, അല്ലാണ്ട് ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ ഭയങ്കര പഠിത്തം, പിന്നെ 2 ദിവസം റെസ്റ്റ്, അത് വേണ്ട. അങ്ങനെയല്ല, ഒരു ദിവസം 1 മണിക്കൂർ പഠിച്ചു, അത് മതി. അടുത്ത ദിവസം എന്ത് ചെയ്യുക, അതേ 1 മണിക്കൂർ എന്താ കീപ്പ് ചെയ്യുക, പിന്നെ പിറ്റത്തെ ദിവസം അതേ 1 മണിക്കൂർ എന്താ കീപ്പ് ചെയ്യുക. അങ്ങനെ എന്നും എന്ത് ചെയ്യുക, എന്നും പഠിക്കുക. അവിടെയാണ് നമ്മളൊരു വിജയത്തിൻ്റെ ആ ഒരു ട്രാക്ക് കിട്ടുക. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് പക്കായിട്ട് പഠിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം കുറേ പഠിക്കുക എന്നിട്ട് കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്യുക, അതൊരിക്കലും ചെയ്യരുത്. എന്നും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്നാണ്. സോ എന്നും എന്ത് ചെയ്യുക, കറക്റ്റ് വൃത്തിക്ക് പക്കായിട്ട് പഠിക്കാം. അതിപ്പോൾ ഇന്നൊരു അരമണിക്കൂറാണെങ്കിൽ അത് മതി, കുഴപ്പമില്ല. നാളെ എന്ത് ചെയ്യുക, ഒരു 35 മിനിറ്റ് പഠിക്കാം, മറ്റന്നാൾ ഒരു 40 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക, പിന്നെ അടുത്ത ദിവസം ഒരു 50 മിനിറ്റ്, അതിൻ്റെ പിറ്റേ ദിവസം ഒരു 1 മണിക്കൂർ, അങ്ങനെ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ഇന്നലെക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് സെറ്റ് ചെയ്യണം. ഇന്നത്തെക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾ നാളെ സെറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പോവുക. ഈ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഒരു ദിവസം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ വലിയ ഫംഗ്ഷനൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അന്ന് പഠിക്കാൻ പറ്റില്ല, അത് പോട്ടെ, അത് എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ അതേ ദിവസത്തിൻ്റെ ആ ഒരു സംഭവം എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ദിവസം എന്ത് ചെയ്യണം, ഒന്നും കൂടി സെറ്റായിട്ട് പഠിക്കണം. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുക, അതാണ് മെയിൻ. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. നാലാമത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യം,
പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് NMMSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ കറക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇനി നിങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇയാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാണ് മുഹമ്മദ് അലി, ലോകത്തിലെ നമ്പർ 1 ബോക്സിംഗ് ചാമ്പ്യനാണ്. ഈ മുഹമ്മദ് അലി ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്. അയാൾ പറയാണ്, അതായത് 1000 കിക്ക് സ്വായത്തമാക്കിയിട്ടുള്ള 1000 കിക്ക് മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. പക്ഷെ ഒരു കിക്ക് 1000 വട്ടം പ്രാക്ടീസ് ചെയ്ത ഒരാളെ എനിക്ക് എന്താണ് ഭയങ്കര പേടിയാണ്. കാരണം അയാൾ അതിൽ പെർഫെക്റ്റ് ആയിക്കാരം. അയാൾ അതിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ NMMSുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, വെറുതെ ചുമ്മാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിറ്റത്തെ ദിവസം ഒരു 11 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞത് വീണ്ടും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് മോട്ടറാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പേരൊക്കെ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക. കൺഗ്രാജുലേഷൻ ഫാസിൽ അർക്കിൽ ഓൺ സെക്യൂറിങ് NMMS സ്കോളർഷിപ്പ്. പിന്നെ അതേപോലെ തന്നെ ആ 48,000 രൂപ, അത് നിങ്ങൾ NMMSലേക്ക് എന്താണോ നിങ്ങൾ ആകർഷിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ചുമരിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൻ്റെ അടുത്തോ ഒക്കെ വെറുതെ എന്ത് ചെയ്യുക, ചുമ്മാ എഴുതി ഒട്ടിച്ച് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിഗർ കയറും. എനിക്ക് പഠിക്കണം ഒരു സാധനം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കും. അങ്ങനെ എങ്ങനെ ചെയ്യണം, കൃത്യമായിട്ട് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NMMS എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, NMMSന് നെഗറ്റീവില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. സോ നിങ്ങൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെ എന്തുണ്ടാവും, ഭാഗ്യം ഉണ്ടാവും. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ്. നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ കിട്ടില്ല. നിങ്ങൾ റിസ്ക് എടുത്തിട്ടുണ്ടോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാഗ്യവും നിങ്ങളെ പിന്തുണക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ അത് കറക്കി കുത്തി കഴിഞ്ഞാൽ അതും കൂടി റെഡിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. NMMS ക്രാക്ക് ചെയ്യണം, ഇത്തവണ നമ്മൾ ചെയ്യും. പിന്നെ 48,000 രൂപക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫാസിൽ സാറിന് എന്ത് ചെയ്യുക, ഒരു 100 രൂപക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ഒക്കെ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എനിവേ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് പഠിക്കുക. ഇന്ന് മുതൽ NMMSനുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ തുടങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും, ഇനി തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും എൻ്റെ ഭാവുകങ്ങളും. സോ ഓൾ ദി ബെസ്റ്റ്. ക്രാക്ക് ചെയ്യണം, പൊളിയാക്കണം, വൈബാക്കണം, അടിപൊളിയാക്കണം.